يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ബഹുമാനുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മത്തിലെ ഓരോ വ്യക്തികളെയും, അത് കിഴക്കുള്ളതാകട്ടെ, പടിഞ്ഞാറുള്ളതാകട്ടെ, തെക്കുള്ളതാകട്ടെ, വടക്കുള്ളതാകട്ടെ, ഏത് നാട്ടിൽ ജീവിക്കുന്ന ആളാകുമാകട്ടെ, എല്ലാ വ്യക്തികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും അള്ളാഹുവിലേക്ക് അവരെ തിരിച്ചുവിട്ടു. എല്ലാ ആവശ്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, നിനക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ശരി, നല്ലതുപോലെ മനസ്സിലാക്കിക്കോ, ഉണർന്ന് പ്രവർത്തിച്ചോ. അള്ളാഹു അല്ലാത്തവരോട് മുന്നിൽ നീ കൈ നീട്ടാൻ പാടില്ല. എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമായ ഖജനാവാണ്. തെക്ക് മുതൽ വടക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഏതെല്ലാം ജീവികളുണ്ടോ, മനുഷ്യനാകട്ടെ, ജിന്നുകളാവട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ഉറുമ്പ് മുതൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ, ഈ മുഴുവൻ വസ്തുക്കളുടെയും മുഴുവൻ സൃഷ്ടികളുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്ന അള്ളാഹുവാണ്. അതിന്റെ ഖജനാവിന്റെ അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ ഖജനാവിന്റെ മുമ്പിൽ ആരെങ്കിലും കൈനീട്ടിയാൽ ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോവുകയില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആരുടെ മുമ്പെങ്കിലും കൈനീട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം കൈനീട്ടണം. അള്ളാഹു അല്ലാത്ത ആരോടും കൈനീട്ടാൻ പാടില്ല. ആ ഉപ്പിന്റെ ആവശ്യമുണ്ടെങ്കിലും അതും അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു പ്രാവശ്യം കരഞ്ഞു, ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിന്റെ ആവശ്യമായിരുന്നാലും ശരി, അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. സഹാബാക്കളുടെ രീതിയായിരുന്നു, അവരെല്ലാ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ അള്ളാഹു അല്ലാത്ത ആരോടും ചോദിച്ചിരുന്നില്ല എന്നല്ല, അല്ലാത്തവരോട് കണ്ണ് ഉയർത്തി നോക്കിയിട്ട് പോലുമില്ലായിരുന്നു. ആഹാരമാകട്ടെ, രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, എല്ലാത്തിനും ഒരു പള്ളിയിലേക്ക് പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരാളെ ഒരു കുട്ടിയെ മടിയിലിരുത്തിയിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ പള്ളിയിലേക്ക് പോവുകയാണ്. എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്? അപ്പൊ ഒരു സഹാബി കുട്ടിയെ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. അപ്പൊ ചോദിച്ചു, എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്? അപ്പൊ നിസ്കാര സമയമല്ലല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുട്ടി രോഗിയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പോയി ഈ രോഗം മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് വിശപ്പ് വന്ന ഒരു സഹാബിക്ക് അദ്ദേഹം നേരെ പള്ളിയിലേക്കാണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആയിഷ റളിയല്ലാഹു ചോദിച്ചു, എന്തെങ്കിലും ആഹാരത്തിനുള്ള ഏർപ്പാടുണ്ടോ? അവർ പറഞ്ഞു, ആഹാരത്തിനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് തന്നെ വന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായിട്ട് അള്ളാഹിന്റെ അടുക്കൽ വീണ്ടും വീണ്ടും പോകണം. ഒരു പ്രാവശ്യം കിട്ടിയില്ല എങ്കിലും വീണ്ടും വീണ്ടും പോകണം. അള്ളാഹുവിന്റെ ഖജനാവിൽ ഒരു കുറവുമില്ല.
ചോദിക്കേണ്ടത് മാത്രം അള്ളാഹ് തരുന്നതാണ്. അള്ളാഹിന്റെ അടുക്കൽ നമ്മുടെ കൈ ഉയർത്തേണ്ടത് നമ്മുടെ വിളി കാരണമായി, നമ്മുടെ അള്ളാഹുവിനോട് ദുആ ചെയ്യൽ കാരണമായി, നമ്മുടെ കണ്ണുനീര് കാരണമായി അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് തിരിയണം, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിരണം. അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ നമ്മളെ കൈ നീട്ടാതിരുന്നാല്, അള്ളാഹുവിനോട് മുമ്പിൽ മാത്രം നമ്മളെ കണ്ണുനീര് വീർത്തിയാല്, അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ദുആ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെക്ക് മുഴുവൻ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു. ഒരു കണ്ണുനീര്, നമ്മുടെ കണ്ണുനീര് അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും വീഴാൻ പാടില്ല. യഹൂദികളെ നസ്രാനികളുടെ മുമ്പിലും വീഴാൻ പാടില്ല. ഒരു ശക്തികളുടെ മുമ്പിലും വീഴാൻ പാടില്ല. ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അടുക്കൽ വന്നു. പല പ്രാവശ്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നിട്ട് ആഹാരത്തിനോട് ചോദിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, തങ്ങൾക്ക് വിശപ്പ് ശമിപ്പിക്കുന്നതിന് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല ഒരു ആഹാരത്തിന് ഒരു പങ്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടില് ഇത്രത്തോളം ദാരിദ്ര്യമുണ്ടെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ നബിതങ്ങളുടെ 2 മകളുടെ ഭർത്താവാണ്. നബിതങ്ങളുടെ വീട്ടിൽ ഈ ബുദ്ധിമുട്ട് നിന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. ആഹാരം വെച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ആയിഷ എന്റെ വീട്ടിൽ ആഹാരം വന്നിരിക്കണം, നബിതങ്ങളുടെ വീട്ടിൽ ആഹാരം വന്നിരിക്കണം എന്ന് പറയണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ആയിഷ എന്ത് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നാലും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കരുത്, എങ്കിൽ നീ നിന്ദയായിപ്പോ. അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാല് അത് നിന്ദയാണ്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുന്ന മനുഷ്യൻ ഒരിക്കലും മഹ്റൂമായി പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല, തടയപ്പെട്ടു പോവുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന കയ്യിനെ അള്ളാഹു ഒരിക്കലും വെറുതെ തിരിച്ചുവിടത്തില്ല. ഇതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉമ്മത്തിലെ ഓരോ വ്യക്തികളെയും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമായി അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അവിടെ ചോദിക്കുന്ന ആരും ഖാലിയായിട്ട് ഒന്നുമില്ലാത്തവരായിട്ട് മടക്കപ്പെടുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിലേക്ക് തിരിച്ചു. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്ത് ചോദിക്കണമെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഏതൊരു കാര്യം ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലിയായിട്ട് തിരിച്ചുവിടത്തില്ല. എന്ത് ആവശ്യങ്ങൾ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പായിട്ട് തരുന്നതാണ്. അല്ലാഹുവിനല്ലാത്തവരുടെ മുമ്പിലേക്ക് ഒരിക്കലും നമ്മുടെ കൈ നീട്ടാൻ പാടില്ല, പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്ക് ഒരിക്കലും പാടില്ല. ഇതാണ് സഹാബാക്കളുടെ രീതി. ഇതായിരുന്നു. അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അല്ലാഹ് ഉണ്ട്. അല്ലാഹ് അല്ലാത്തവരോട് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിനോട് ചോദിക്കാം. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ വലിയ വരൾച്ചയുണ്ടായി. എത്രത്തോളം കടുത്ത വരൾച്ച എന്ന് പറഞ്ഞാൽ മഴ മാസങ്ങളോളം പെയ്തില്ല, ദാരിദ്ര്യം വന്നു, വൃക്ഷങ്ങളൊന്നും മുളയ്ക്കുന്നില്ല. കുട്ടികളുടെ നാവിൽ കൂടി വീട്ടിലൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങി. സ്ത്രീകൾ പരാതി പറയാൻ തുടങ്ങി. എത്രത്തോളം അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു
തൻ്റെ കയ്യിൽ സഞ്ചി എടുത്തുകൊണ്ട് ഓരോ വീടുകളിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങി. ഓരോ കുട്ടികളോട് ചോദിക്കുന്നു, വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടോ? ഇല്ല, പാചകം ചെയ്തില്ല. ഉമർ റളിയല്ലാഹു തആല ഈ സഞ്ചി കൊണ്ട് ഓരോ വീടുകളിലേക്ക് പോകും. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടോ? അവര് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു ഇങ്ങനെ ചെയ്ത് എന്തിനാണ്? ഓരോ വീടിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചില വീട്ടിൽ നിന്ന് കിട്ടും, ചില വീട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ല, ചില വീട്ടിൽ റൊട്ടിക്കണ്ട കഷ്ടം കിട്ടും. ഉമർ റളിയല്ലാഹു മനസ്സിലാക്കി മിക്കവാറും എല്ലാ വീടുകളിലും പട്ടിണിയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല മിസ്റിലെ ഗവർണർക്ക് കത്തെഴുതി. ഉമർ റളിയല്ലാഹു തആല എഴുതി, മദീനയില് കടുത്ത വരൾച്ച വന്നിരിക്കുകയാണ്, ദാരിദ്ര്യം വന്നിരിക്കുകയാണ്. നിങ്ങൾ അവിടെ സമാധാനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ നാളെ ആഖിറത്തിൽ എന്ത് മറുപടി നൽകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വരൾച്ചയാണ്, ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും? മിസ്റിലെ ഗവർണർ പറഞ്ഞു. അദ്ദേഹത്തിന് അവര് പറഞ്ഞു, നമുക്ക് മറുപടി എഴുതി, നമുക്ക് ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നു. എന്നിട്ട് വലിയ ഒരു ധാന്യത്തിന്റെ വലിയൊരു കൂട്ടത്തെ അയച്ചു. അതിന്റെ ആദ്യത്തെ ഒട്ടകം അത് മദീനയിലെത്തിയപ്പോൾ അതിന്റെ അവസാനത്തെ ഒട്ടകം മിസ്റിൽ നിൽക്കണം. ഇത്രയും ദീർഘമായ വലിയൊരു സംഘത്തെ അയക്കുകയുണ്ടായി. എന്നിട്ട് എല്ലാ വീടുകളിലേക്കും കൊടുത്തു. എല്ലായിടത്തും സന്തോഷമായി, ധാന്യം കിട്ടുക തുടങ്ങി, ഭക്ഷണ സാധനങ്ങൾ കിട്ടിയായി. പക്ഷെ എന്നിട്ടും വരൾച്ച നിന്നില്ല. കാരണം വളർച്ച നീണ്ടു നിൽക്കുന്നു. കൊടുക്കലും അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹാണ് കൊടുക്കുന്നത്, പിടിച്ചു വയ്ക്കുന്നതും അള്ളയാണ്. ഇത്രയും ധാന്യങ്ങൾ വന്നിട്ടും മദീനയിലെ വരൾച്ച നിന്നില്ല. എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്തു, എല്ലാ വീട്ടിലേക്ക് കൊടുത്തയച്ചു. മദീനയിൽ എല്ലാ വീട്ടിലും എത്തി. പക്ഷെ എന്നിട്ട് ദാരിദ്ര്യം തീർന്നില്ല. ചില വീടുകൾ മൃഗങ്ങളെ കിട്ടി, ചില വീടുകളിൽ ആടിനെ കിട്ടി, ചില വീടുകളിൽ ധാന്യങ്ങളെ കിട്ടി, എല്ലാം കിട്ടി, എല്ലാ വീട്ടിലും കൊടുത്തു. ഒരു സഹാബിയുടെ ഓഹരിയില് അദ്ദേഹത്തിന് ഒരു ആടിനെ കിട്ടി. അദ്ദേഹം ആ ആടിനെ അറുത്തു. അറുത്തതിന് ശേഷം പക്ഷെ അതിൽ നിന്ന് വെറും കുറച്ച് എല്ലുകളും രക്തമല്ലാതെ വേറൊന്നും കിട്ടില്ല. അതിനകത്ത് മാംസമൊന്നും ഇല്ലായിരുന്നു. ഇറച്ചിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് അതിനെ അറുത്തത്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയത് കുറച്ച് രക്തവും കുറച്ച് എല്ല് മാത്രമായിരുന്നു. ഒന്നും കാണാതായപ്പോൾ ആര് വീട്ടിലാണോ ഈ ആടിനെ കിട്ടിയത്, ആര് വീട്ടിലാണ് അറുക്കപ്പെട്ടത്, അദ്ദേഹത്തിന് നിലവിളി വന്നു, വാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ലതായിരുന്നു. നമുക്ക് ഇത്ര മോശമായ ഒരു അവസ്ഥ വന്നിരിക്കുകയാണല്ലോ. നമ്മൾ ആടിനെ അറുക്കുകയാണ്, അതിൽ നിന്ന് മാംസം കിട്ടുന്നില്ലല്ലോ, അതിൽ നിന്ന് രക്തവും അതുപോലെ തന്നെ എല്ല് മാത്രമല്ല കിട്ടുന്നുള്ളത്. അദ്ദേഹം നിലവിളിച്ച് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഉറങ്ങി. അദ്ദേഹം അങ്ങനെ നിലവിളിച്ച് കിടന്നുറങ്ങി, സങ്കടം കൊണ്ട് ഉറങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് പറയണ്ടായി, നീ ഉമറിന്റെ അടുക്കലേക്ക് പോയി പറയാൻ, ഉമറിന്റെ അടുക്കൽ സലാം പറ. എന്നിട്ട് ഉമറോട് ചോദിക്കും, ഉമറേ നിനക്ക് എന്ത് പറ്റിപ്പോയി, താങ്കൾക്ക് എന്ത് പറ്റിപ്പോയി, ചെയ്യേണ്ടത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹം ചാടി എണീറ്റു, നേരെ ഓടി ഉമർ റളിയല്ലാഹു തആല അടുക്കലേക്ക് എത്തി, ഓടി വീട്ടിലേക്ക് എത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സ്വപ്നം കിട്ടിയ കാര്യം പറഞ്ഞു. ഈ സ്വപ്നം കണ്ടതിന് ശേഷം അദ്ദേഹം നേരെ ഓടി അമീർ മുഅ്മിനീന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു,
ഞാൻ നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ ഉമറിന് പറ്റിപ്പോയത്? ഉമറെ, നിന്നെ നല്ല ബുദ്ധിയുള്ളവനായിട്ട് മനസ്സിലാക്കിയല്ലോ എന്നാണ് പറഞ്ഞു വിട്ടത്. ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതന് നിങ്ങൾ മറുപടി നൽകി. ഉമർ റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ചെരുപ്പിടാതെ വെളിയിലേക്ക് വന്നു. എന്ന് ചോദിച്ചാൽ, നീ ആരാണ്? നീ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദൂതനായി? അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആടിനെ കിട്ടി, അത് താങ്കൾ എനിക്ക് നൽകിയ ആടാണ്. ആ ആടിതാണ്. ഇതിൽ നിന്ന് രക്തമല്ലാതെ അതുപോലെ തന്നെ എല്ലല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു വിഷമിച്ചു. ഇതിന് മറുപടി ചോദിക്കാൻ വേണ്ടി വന്നാണ്. അജിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതന് താങ്കൾ മറുപടി നൽകി. വരൾച്ച കൊണ്ടുവരുന്നതും അള്ളയാണ്, അതിനെ മാറ്റുന്നവനും അള്ളയാണ്. അത് ആരുടെ കയ്യിലുമല്ല, അത് തീരുമാനമെടുക്കുന്ന അള്ളാഹ് മാത്രമാണ്. പിറ്റേ ദിവസം എല്ലാവരും മദീന വെളിയിൽ പോയി. ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും പോയി. എല്ലാവരും ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവേ, ദുആ ചെയ്തു. അള്ളാഹുവേ, പാവം തെറ്റ് ഉമറിന്റെ കയ്യിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അള്ളാഹുവേ, ഒരിക്കലും നീ മദീനക്കാരെ അതിന്റെ പേര് ശിക്ഷിക്കല്ലേ. ഇതിൽ പ്രായമുള്ളവരുണ്ട്, പെണ്ണുങ്ങളും സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഉമറിന്റെ ഭാഗത്ത് തെറ്റുണ്ടായതിന്റെ പേരിൽ ഒരിക്കലും നീ ഇവരെ ശിക്ഷിക്കല്ലേ. ഉമർ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു അള്ളാഹിന്റെ മുമ്പിൽ. അതിനടുത്തുകൂടി പോകുന്ന ഒരു യാത്രാ സംഘം അവർ വന്നിട്ട് പറയുകയുണ്ടായി, അവർ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ ദുആ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കാർമേഘങ്ങൾ അത് സഞ്ചരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. താങ്കളുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്തു, വളർച്ചയെല്ലാം മാറി, പ്രശ്നങ്ങളെല്ലാം മാറി. സഹോദരന്മാർ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അല്ലാഹു തആല ആ വരൾച്ചയെ മാറ്റുകയുണ്ടായി. എല്ലാ വരൾച്ചയും മാറി, ദാരിദ്ര്യം മാറി. മദീനയിൽ മഴ പെയ്തു, വൃക്ഷങ്ങളെല്ലാം മുളയ്ക്കാൻ തുടങ്ങി, മൃഗങ്ങൾക്കെല്ലാം വെള്ളം കിട്ടാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങൾ മാറുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടിയാണ് പഠിപ്പിച്ചത്. വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല പ്രാവശ്യം മദീനയിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു, വെളിയിലോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ജമാഅത്തിന് രണ്ടാക്കി തിരിച്ചു. ഒരു ജമാഅത്ത് മുന്നിൽ പോകുന്നു, ഒരു ജമാഅത്ത് പിറകിൽ പോകുന്നു. കുറച്ചു ദൂരം ഒരു യാത്ര ചെയ്തു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ മഴയാണ്. ഒരു മുന്നിൽ പോകുന്നവരുടെ മേൽ മഴ പെയ്തു, പിന്നിൽ പോകുന്നവരുടെ മേൽ മഴ പെയ്തു. മുന്നിൽ പോകുന്ന ആ ജമാഅത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അള്ളാഹുവേ, നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞു പോകും. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രം മഴ ഏൽപ്പിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു തആല ആ സമയത്ത് പുറകിൽ വരികയാണ്. പുറകിലുള്ളവരുടെ മേൽ മഴ പെയ്തില്ല, മുമ്പിൽ പോകുന്നവരുടെ മേലാണ് മഴ പെയ്തത്.
രണ്ട് ജമാഅത്തും യാത്ര ചെയ്തു. രണ്ടുപേരുടെ മേലും മഴ പെയ്യാൻ തുടങ്ങിയപ്പം മുമ്പിൽ പോയവർ പറഞ്ഞു, നമ്മളുടെ മേൽ മഴ പെയ്യാതിരിക്കണേ, അള്ളാഹുവിന് ദുആ ചെയ്തു. പിന്നെ രണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആലയെ നോക്കി. ഉമർ റളിയല്ലാഹു തആല ജമാഅത്ത് മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്, മറ്റു ജമാഅത്ത് നനഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളെങ്ങനെയാ, എവിടെ കൂടെയാ വന്നത്? അവർ നമ്മൾ ഈ ഭാഗത്തു കൂടിയാണ് നടന്നു വന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നമ്മൾ ഫുള്ള് നനഞ്ഞു പോയല്ലോ, നിങ്ങൾ നനഞ്ഞില്ലല്ലോ. അപ്പൊ അവര് പറയണ്ട, എങ്ങനെ നനയും? നമ്മൾ അള്ളാഹുവിനോട് നനയാതിരിക്കാൻ വേണ്ടി ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മ നനയിൽ നിന്ന് കാത്തു രക്ഷിച്ചു. ഉമർ റളിയല്ലാഹു തആല പറയണ്ടായി, നിങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെ കാര്യം കൂടി ചോദിച്ചുകൂടായിരുന്നോ? നമുക്ക് രണ്ടു കൂട്ടർക്ക് നനയാതെ വരാമായിരുന്നെന്ന് പറയണ്ടായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സംഭവം പറയാണ്. അദ്ദേഹത്തിനടുക്കല് അദ്ദേഹത്തിന്റെ ഭൃത്യം വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കൃഷിയിടത്തില് മഴ പെയ്യാതിരിക്കുകയാണ്, കടുത്ത ബുദ്ധിമുട്ടിരിക്കുകയാണ്, ആ മുഴുവൻ തോട്ടങ്ങളും അത് നനഞ്ഞു പോയി, അല്ല അത് ഉണങ്ങിയിരിക്കുകയാണ്, വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയണ്ടായി, നീ പോയി വെള്ളം കൊണ്ടുപോവാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വെള്ളം അതിനുള്ള വെള്ളമില്ല, നീ പോയി എവിടെന്നെങ്കിലും വെള്ളം കൊണ്ടുപോവാ. വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം വുളു ചെയ്തു, നിസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എന്റെ ഈ തോട്ടത്തില് അത് വെള്ളമില്ലാതിരിക്കുകയാണ്, മേഘം നിന്റെ കയ്യിലാണ്, മഴയുടെ സംവിധാനം നിന്റെ കയ്യിലാണ്, അതിന്റെ ഏർപ്പാടുകൾ നീയാണ് ചെയ്യുന്നത്, അള്ളാഹുവേ മഴ വർഷിപ്പിക്കണമേ. ദുആ ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, നീ പോയിട്ട് തോട്ടത്തിൽ നോക്ക്, അവിടെ മഴ പെയ്തിട്ടുണ്ടോ ഇല്ലയോ. അദ്ദേഹം അവിടെ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴിവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ മഴയൊന്നും പെയ്തില്ല. അപ്പൊ പറഞ്ഞു, ഇനി പോയി നോക്ക്, ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമതും പോയി നോക്കി. തിരിച്ചു വന്നപ്പോ പറഞ്ഞു, ഒരു മേഘത്തിന്റെ ഒരു കഷ്ണമാണ് കണ്ടത്, ഒരു പക്ഷിയുടെ ചിറകിന്റെ അത്രയുള്ളൊരു ഒരു മേഘക്കൂട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയണ്ടായി. പിന്നെ പോയി നോക്കുമ്പോൾ പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആ അടിമ വന്നിട്ട് പറഞ്ഞു, ആ ചെറിയ ചിറകിൽ എത്രയുണ്ടായിരുന്ന ആ മേഘക്കൂട്ടം അതിന്ന് വിശാലമായി നമ്മുടെ കൃഷിയിടത്തിൽ മുഴുവനും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻസലല്ലാഹുൽ മത്റ അലാ ഖദ്രി ബുസ്താനിഹി. ഈ മഴ എവിടെയാണ് പെയ്തതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ മാത്രം. ഈ ഭൃത്യൻ 4 ഭാഗം കറങ്ങി നോക്കുമ്പോൾ മറ്റെവിടെയും മഴ പെയ്തിട്ടില്ല, ആ തോട്ടത്തിൽ മാത്രം മഴ പെയ്യുകയുണ്ടായി. ശക്തമായ മഴ പെയ്തു. അദ്ദേഹത്തിന്റെ മുഴുവൻ തോട്ടത്തിനും ആവശ്യമായ മഴ വർഷിക്കുകയുണ്ടായി. ഒരു മുഴം മഴ പോലും വെളിയിലേക്ക് വർഷിച്ചിട്ടില്ല, മുഴുവനും അവിടെ തന്നെ വർഷിക്കുകയുണ്ടായി. തോട്ടം നനഞ്ഞു, തോട്ടത്തിന് കൃഷിക്ക് ആവശ്യമായ വെള്ളങ്ങൾ കിട്ടി. നമ്മുടെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുഴുവൻ സഹാബാക്കളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ആവശ്യങ്ങൾ വന്നാലും എല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ നിന്ന് വാങ്ങണം. തബൂക്കിന്റെ സന്ദർഭത്തില് വെള്ളത്തിന്റെ വളരെ ഇടുക്കമുണ്ടായപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, കുറച്ച് വെള്ളം പോലും ഇവിടെയും വെള്ളം കാണാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് എല്ലാ വെള്ളവും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. തങ്ങളുടെ കൈ അതിനകത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് ചോദിക്കണം.
അബൂ റളിയല്ലാഹു തആല അൻഹു ഒരു സന്ദർഭത്തില് ആ നാട്ടുകാര് വന്ന് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു. എത്രത്തോളം വിശാലമായി, ഏകദേശം 64 മൈല് വിശാലമായ സ്ഥലങ്ങളിൽ മുഴുവനും മഴ വർഷിച്ചു. വിസ്തീർണമായ സ്ഥലം ഇത് മുഴുവൻ മഴ വർഷിച്ചു. ആ നാട്ടുകാര് പറയാണ്, നമ്മുടെ മൃഗങ്ങള് വെള്ളത്തിൽ ചവിട്ടിയിട്ട് നാളുകളായിട്ട് മാറി ഒരു തുള്ളി വെള്ളം അവർക്ക് കിട്ടാതായിരുന്നു. ആ സ്ഥലത്ത് അബൂ റളിയല്ലാഹു തആല ദുആ കാരണമായിട്ട് വിശാലമായ ഒരു പ്രദേശം മുഴുവനും മഴ വർഷിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം പഠിപ്പിച്ചു. എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. പ്രശ്നങ്ങളുടെ പരിഹാരമെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് അള്ളാഹുവിൽ നിന്ന് വാങ്ങുന്നതിനാണ് പഠിപ്പിച്ചു കൊടുത്തത്. അവരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇതാണ് കാണാൻ സാധിക്കുന്നത്. സഹാബാക്കളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും, കടങ്ങൾ ഉണ്ടായാലും, രോഗമുണ്ടായാലും, ദാരിദ്ര്യമുണ്ടായാലും, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തുള്ള ഭയമുണ്ടായാലും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലക്ഷക്കണക്കിന് നബിമാര് വന്നിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും തങ്ങൾക്കാണല്ലോ ഏൽപ്പിക്കപ്പെട്ടത്. മക്കയിലും തങ്ങൾ ബുദ്ധിമുട്ടി, ത്വായിഫിലും തങ്ങൾ ബുദ്ധിമുട്ടി, തങ്ങളെ കല്ലെടുത്തറിയപ്പെട്ടു, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകപ്പെട്ടു. മക്കയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ മണ്ണ് വാരിയിട്ട് നബി തങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് സൈനബ റളിയല്ലാഹു തആല ഓടി നബി തങ്ങളുടെ അടുക്കൽ വന്നു. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മണ്ണ് തട്ടിക്കളഞ്ഞു. എന്നിട്ട് തങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നു, കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, നീ വിഷമിക്കേണ്ടതില്ല. നിന്റെ വാപ്പ ഏതൊരു ദീനുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ആ ദീനിന്റെ ഓരോ കാര്യങ്ങളും എല്ലാ വീടുകളിലും പ്രവേശിക്കുന്നതാണ്. കൊട്ടാരങ്ങളിലും പ്രവേശിക്കും, കുടിലുകളിലും പ്രവേശിക്കും. ഒന്നുകിൽ അന്തസ്സോടുകൂടി അവരതിനെ സ്വീകരിക്കും, അല്ലെങ്കിൽ അവർ നിർബന്ധിതരായി സ്വീകരിക്കേണ്ടി വരും. എല്ലാ വീടുകളിലും പക്ഷേ ദീൻ എത്തിച്ചേരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ റളിയല്ലാഹു തആല പറയുകയുണ്ടായി. ഇങ്ങനെ ധാരാളം കഷ്ടപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹിക്കുകയുണ്ടായി. മൗലാന ഒരു യാത്രയെ കുറിച്ച് പറയാണ്. നമ്മളൊരു നാട്ടിൽ കൂടി സഞ്ചരിച്ചു. ദുനിയാവിന്റെ അവസാനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. അവിടെ പിന്നെ സൂര്യൻ ഉദിക്കത്തില്ല. അങ്ങനെ ഒരു നാട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു. നമ്മളവിടെ എത്തിച്ചേർന്നു. മറ്റ് രാജ്യക്കാരുണ്ടായിരുന്നു, അയല രാജ്യക്കാരുണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ബാങ്ക് കേൾക്കുകയുണ്ടായി. എവിടെ നിന്നാണോ സൂര്യന്റെ അവസാനം, അവിടെ നിന്നാണ് ബാങ്ക് കേൾക്കാൻ തുടങ്ങിയത്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് 1400 വർഷത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലോ ബിഇസി അസീസിൻ വലോ ബിദില്ലി ദലീലിൻ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം തങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ദാ ഇപ്പൊ പുലർന്നിരിക്കുകയാണ്. ദുനിയാവിന്റെ അങ്ങേ അറ്റത്തും അവിടെ നിന്നും ബാങ്ക് കേൾക്കുന്നു. അവിടെ നിസ്കാരക്കാരുണ്ട്, അവിടെ ദീനിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നബി തങ്ങൾ അന്ന് പറഞ്ഞ കാര്യം അന്ന് സഹാബാക്കൾക്ക് അത് അവരുടെ മുമ്പിലില്ലായിരുന്നു. പക്ഷെ അവർ ഉറച്ച് വിശ്വസിച്ചു. ഇതെന്ന് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യം.
അന്നത്തെ ആളുകളുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇതെല്ലാം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇന്ന് ഖബൂലായിരിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയ ത്യാഗത്തിലാണ് ദീനെത്തിച്ചത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന വിഷയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിന്നു. നബി തങ്ങളുടെ സഹാബാക്കളും ത്യാഗം സഹിച്ചു. അതിന്റെ പരിണിതി ഫലം ലോകം മുഴുവൻ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ത്യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ധാരാളം ബുദ്ധിമുട്ടുകൾ തങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നബിമാർക്കാണ് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ സഹിച്ചത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആയിഷ റളിയല്ലാഹു ചോദിച്ചു, തങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് ഏൽപ്പിക്കപ്പെട്ടതാണെന്ന്. ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് താങ്കൾക്ക് ഏൽപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ വെച്ചിട്ട് ചെറുപ്പക്കാരെന്നെ കല്ലെറിഞ്ഞ ദിവസം 4 ഭാഗത്തു നിന്ന് എന്നെ എറിയുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓടുകയാണ്. എൻ്റെ ശരീരത്തിൽ വന്ന് കല്ലുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഒരു തോട്ടത്തിലിരിക്കേണ്ടായി. ഉത്ബയുടെയും ഷൈബയുടെയും ഒരു തോട്ടത്തിൽ വന്നിരുന്നു. ആ തോട്ടത്തിലാണ് ഞാൻ ഇരുന്നത്. അവര് ദൂരെ നിന്ന് കണ്ടു, ഉത്ബയും ഷൈബയും കണ്ടു തോട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്. അവര് അദ്ദാസിനെ അയച്ചു, തന്റെ അടിമയെ അദ്ദാസിനെ അയച്ചു. അവർക്ക് മാന്യത ഉണ്ടായിരുന്നു, അവര് ശത്രുക്കളായിട്ട് കണ്ട ആളായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരാണ് അയച്ചു. അവരവരുടെ ശത്രുത മറന്നുപോയി. അദ്ദാസിനെ അയച്ചു. റളിയല്ലാഹു തആല അദ്ദേഹത്തിന് അയച്ചിട്ട് പറഞ്ഞു, ആ ഉത്ബയും ഷൈബയും പറഞ്ഞു, നമ്മളോടുള്ള വാശിയും വൈരാഗ്യവും നമ്മൾ ചെയ്ത ഉപദ്രവങ്ങളും മറക്കണം, എന്നിട്ട് ഇത് സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് കഴിച്ച സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ബിസ്മി പറഞ്ഞ് കഴിക്കേണ്ടായി. നബി തങ്ങൾ ബിസ്മി പറയുന്നത് കണ്ടപ്പോൾ അദ്ദാസ് ഉടനെ ചോദിച്ചു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? മക്കക്കാരോ തായിഫുകാരോ ആരും ഇങ്ങനെ പറയാറില്ലല്ലോ, തങ്ങൾ എന്താ ഈ പറഞ്ഞത്? ബിസ്മില്ല എന്ന് അള്ളാഹുവിന്റെ പേര് പറഞ്ഞല്ലോ. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എവിടത്തുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. അവിടെയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്, വളർന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രബോധന മൈതാനം. ഞാൻ അവിടത്തുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്റെ സഹോദരൻ യൂനുസ് മത്താട് നാട്ടുകാരനാണോ? അപ്പൊ അദ്ദേഹം ഉടനെ അദ്ദാസ് ചോദിച്ചു, താങ്കൾക്ക് യൂനുസിനെ അറിയാം, അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം അല്ലാഹുവിന്റെ നബിയാണ്, ഞാനും അല്ലാഹുവിന്റെ നബിയാണ്, അതുകൊണ്ട് തന്നെ സഹോദരനാണ് നമ്മള്. അദ്ദേഹം ഉടനെ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ആയിഷ, ആ തായിഫിൽ വെച്ച് കല്ലെറിഞ്ഞ ദിവസമാണ്. അവരെല്ലാവരും 4 ഭാഗത്ത് കല്ലെറിഞ്ഞ ദിവസത്തിൽ അന്ന് എന്റെ അവസ്ഥ എന്തായിരുന്നു അറിയാമോ? എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. 4 ഭാഗത്തു നിന്ന് കല്ലെന്റെ ശരീരത്തിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീരത്തിൽ രക്തം പൊട്ടിയൊലിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടെ നിന്നാണ് കല്ലുകൾ 4 ഭാഗത്തും വന്ന് വീണുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അള്ളാഹുവിന് തങ്ങളോട് കരുണ തോന്നി. അള്ളാഹുവിന്റെ തീരുമാനം വന്നു, അള്ളാഹുവിന് കോപമുണ്ടായി. മക്കക്കാര് പോലും ഇത്രത്തോളം അക്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. ഈ ത്വായിഫുകാർ ചെയ്ത അത്രയും ബുദ്ധിമുട്ടിക്കൽ, അത്രയും പ്രയാസം, അക്രമം
അത് മക്കക്കാർ പോലും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത്രയും ഉപദ്രവം, ഇത്രയും കല്ലെറിയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ നടത്തിയപ്പോൾ, തങ്ങളുടെ മേൽ വർഷിച്ചപ്പോൾ അള്ളാഹുവിന് കോപം വന്നു. അള്ളാഹു തആല അദാബിന്റെ മലക്കുകൾ അയച്ചു. മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ അയച്ചു. അദാബിന്റെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയായി, നബി തങ്ങൾക്ക് വിഷമായി, നബി തങ്ങൾ കരഞ്ഞു. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, അള്ളാഹുവേ, ഇവരുള്ള ആളുകൾ വിശ്വസിച്ചില്ലെങ്കിലും ഇവരുടെ പിന്തലവർക്കാർ വിശ്വസിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബദറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ അബദ. അല്ലാഹുവേ, ഈ ചെറിയ സംഘത്തെ നശിപ്പിച്ചാൽ നിന്നെ ഇനി ആരാധിക്കുന്നവരുണ്ടാവുകയില്ല എന്ന് ബദറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. തായിഫിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്ത്, അല്ലാഹുവേ, ഈ ആളുകൾ അറിവില്ലാത്തവരാണ്, അഥവാ ഇവരെ വിശ്വസിച്ചില്ലെങ്കിലും ഇവരുടെ പിന്തലമുറക്കാർ വിശ്വസിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് ഇവർ നശിപ്പിക്കരുതെന്ന് ദുആ ചെയ്തു. ബദറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, സമൂഹത്തെ താങ്കൾ നശിപ്പിച്ചാൽ ഇനി നിന്നെ ആരാധിക്കുന്ന ഓരോ ആളുകൾ ഉണ്ടാവത്തില്ല. ഈ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ വിറച്ച് അള്ളാഹുവിനോട് നിർബന്ധം പിടിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിർത്തി, തങ്ങളുടെ ദുആ അള്ളാഹു ഒരുപാട് സ്വീകരിക്കുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. തായിഫുകാർക്കെതിരെ നബിതങ്ങളെ ദുആ ചെയ്യാൻ നബിതങ്ങളെ തായിഫുകാർക്ക് അനുകൂലമായി ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ദുആ സ്വീകരിച്ചു. തായിഫുകാർക്ക് മാപ്പ് കൊടുക്കണമേ, ഇവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണമേ, ഇവരുടെ ദീനിന് വേണ്ടി നീ സ്വീകരിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ സ്വീകരിക്കപ്പെട്ടതിന്റെ തായിഫുകാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നബി തങ്ങളുടെ ദുആയുടെ പരിണിതി ഫലമാണ് അല്ലാഹു തആല തായിഫുകാർക്ക് മാപ്പ് കൊടുത്തു. നബി തങ്ങളുടെ ദുആയുടെ പരിണിതി ഫലമായിട്ട് തായിഫുകാരിൽ നിന്ന് ധാരാളം ദായികളെ അല്ലാഹു തആല ഉണ്ടാക്കി, ദീന്റെ പരിശ്രമം ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കി. ഇന്ന് തായിഫും അത് ഫലപുഷ്ടമായൊരു നാടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദുആയുടെ ബർക്കത്താണ്. അഥവാ ആ നാടിനെ നശിപ്പിക്കാൻ നബി തങ്ങൾ അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ ആ നാട് മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തായിഫുകാർക്ക് വേണ്ടി ദുആ ചെയ്ത ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, ഏറ്റവും കൂടുതൽ തങ്ങളെ ഉപദ്രവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, തായിഫിന്റെ ആ ദിവസത്തിലാണ്. അവർ എന്നെ ഈ നിലയിൽ കല്ലെറിഞ്ഞിടയായി. അന്ന് എനിക്കുണ്ടായ കടുപ്പവും എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പോലെ വേറെ സമയത്തുണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ ദുആ പരിഗണിച്ചുകൊണ്ട് തായിഫിന്റെ നാട്ടുകാരെ മുഴുവനും ദീനിന് വേണ്ടി ദീനിന്റെ പരിശ്രമത്തിന് സ്വീകരിച്ചു. സഹോദരന്മാരെ, പിന്നെ ദീൻ മുഴുവൻ ആ തായിഫിൽ പ്രചരിക്കേണ്ടായി.
കല്ലെറിഞ്ഞ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വന്ന ദിവസം. അവിടെ നിന്ന് തായിഫിൽ നിന്ന് നബി തങ്ങളുടെ ദുആ പരിഗണിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളുണ്ടായി. അതുപോലെ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. ലോകം മുഴുവനും പരിശ്രമിക്കാൻ തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഹിമ്മത്തോട് ഇൻഷാ അല്ലാഹ് പേരുകൾ പറഞ്ഞോളൂ. മാഷാ അല്ലാഹ്, ഹിമ്മത്തോടെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിൽ പോകാതെ എല്ലാവർക്കും നീ ചെയ്തോളെ ഇൻഷാ അല്ലാഹ്. എണീറ്റത് പറയും 4 മാസത്തേക്ക് പറഞ്ഞോളെ. മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാ എണീക്കാത്തത് പോലെ ചോദിക്കുന്നത്? മാഷാ അല്ലാഹ്, അത് എണീക്കുന്നത്. അല്ലാഹ് കബൂലാക്കട്ടെ. സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്.